CPIയുടെ ഈ എതിർപ്പുകളെല്ലാം അവഗണിച്ചുകൊണ്ട് എന്തുകൊണ്ടായിരിക്കും PM ശ്രീയില് കേരളം ഒപ്പുവയ്ക്കാൻ തയ്യാറായത്? നമ്പർ 1, 1466 കോടി രൂപ ഈ പദ്ധതി നടപ്പാക്കുകയാണെങ്കിൽ അതിലൂടെ നാം ചെയ്യുന്നത്, അല്ലെങ്കിൽ കേരളം ചെയ്യുന്നത്, BJPയുടെ കാവ്യവൽകൃത ദേശീയ വിദ്യാഭ്യാസ നയം പൂർണ്ണമായിട്ട് സമൂലമായിട്ട് കേരളത്തിൽ നടപ്പാക്കുക എന്നുള്ളതായിരിക്കും. ഈ 1466 കോടി രൂപയ്ക്ക് നമ്മൾ കൊടുക്കേണ്ട വില ഏതാണ്ട് അതാണ്. അപ്പൊ ഈ പണം വേണം. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴേക്ക് എന്തെങ്കിലും കാണിച്ചു കൂട്ടുന്നതിന് കാശ് വേണം. അതിന് ഈ കാശ് ഉപയോഗിക്കാം. വകമാറ്റി ചെലവഴിച്ചാണല്ലോ നമ്മുടെ പരിചയം, അതാണല്ലോ നമ്മുടെ രീതി. അപ്പൊ ഈ 1466 കോടി രൂപ കിട്ടിയാൽ അത്യാവശ്യം അടുത്ത തെരഞ്ഞെടുപ്പ് ലാക്കാക്കിയുള്ള ചില പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ കഴിയും. അതിനുവേണ്ടിയാണ് കേരളത്തെ ഇവര് ഒറ്റിക്കൊടുത്തു എന്ന് തന്നെ പറയണം. പണ്ട് 30 വെള്ളിക്കാശിന് വേണ്ടി യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ് ഇസ്കരിയോത്താവിന്റെ റോളാണ് നിങ്ങൾ നടപ്പാക്കിയത് CPM. അത് മറക്കരുത്.